രണ്ടുപേർ തമ്മിൽ തന്നെയാണ് മത്സരം. എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം. വി ടി ബൽറാമും എം പി രാജേഷും തമ്മിലാണ് മത്സരം. വി ടി ബൽറാം അവിടെ ആ മണ്ഡലം നിലനിർത്താൻ ശേഷിയുള്ള ഒരു MLA തന്നെ ആയിരുന്നു. അപ്പോൾ സർക്കാരിനെതിരെയുള്ള വികാരം ഉണ്ടെങ്കിൽ ആ വികാരം തീർച്ചയായിട്ടും എം പി രാജേഷ് ക്യാരി ചെയ്യേണ്ടി വരും. കാരണം അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോർട്ട്ഫോളിയോ ക്യാരി ചെയ്ത ആ മിനിസ്ട്രിയുടെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിട്ട് നിലകൊണ്ട ആളാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് ബിഹേവിയറിനെ നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗവൺമെൻറ് തുടരണോ വേണ്ടയോ എന്ന മനുഷ്യൻ്റെ ചിന്തയാണ്. തൃത്താല സത്യത്തിൽ ഒരു ഇടതുപക്ഷ ബിഹേവിയർ ഉള്ള ഒരു മണ്ഡലമാണ്. അതൊരു ലെഫ്റ്റ് മണ്ഡലം തന്നെ ആയിരുന്നു. ബൽറാമിൻ്റെ അന്നത്തെ ഒരു പോപ്പുലാരിറ്റി, ചെറുപ്പം, ഇതുപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ UDF ആ മണ്ഡലം പിടിച്ചെടുക്കുകയും നിലനിർത്തുകയാണ് ചെയ്തത്. CPM സംബന്ധിച്ച് അത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയപ്പോൾ അവരുടെ ആവനാഴിയിലെ ശക്തമായ ഒരു ആയുധം തന്നെ ഉപയോഗിച്ച് അത് തിരിച്ചു പിടിച്ചു. അപ്പോൾ അങ്ങനെയാണ് തൃത്താല, ഇപ്പോൾ എം പി രാജേഷ് നിലവിൽ തൃത്താല MLA ആയിട്ട് വരുന്നു. അദ്ദേഹം മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല വി ടി ബൽറാമിൻ്റെ കേസിൽ അദ്ദേഹം പല അവസരങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇടതുപക്ഷത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് AKGക്കെതിരെയൊക്കെയുള്ള പരാമർശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരം വ്യക്തിപരമായ പ്രശ്നവും കൂടെയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തൃത്താല. വി ടി ബൽറാം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും കൂടുതൽ ശക്തമായി പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്ത ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ മണ്ഡലത്തിൻ്റെ സാധ്യതകൾ ഏത് തരത്തിലാണ് വിലയിരുത്താൻ കഴിയുക? തൃത്താലയിൽ രണ്ടുപേർ തമ്മിൽ തന്നെയാണ് മത്സരം. LDFും UDFും തമ്മിൽ തന്നെയാണ് മത്സരം. വി ടി ബൽറാമും എം പി രാജേഷും തമ്മിലാണ് മത്സരം. അപ്പം ബൽറാമിനെ സംബന്ധിച്ച് തൃത്താല അയാൾക്ക് പുതിയൊരു സ്ഥലമല്ല. തൃത്താലയിൽ 10 വർഷം MLA ആയിരുന്ന ആളാണ്. അതെ. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ നൂക്ക് ആൻഡ് കോർണർ അറിയാം, ആളുകളെ അറിയാം, വളരെ ഡീപ്പറായിട്ടുള്ള പോക്കറ്റ്സ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പൊതുവിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു വികാരം വരുന്നു. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഇടപെടലുകളെ പറ്റിയുള്ള വിമർശനങ്ങൾ വരുന്നു. ആ വിമർശനത്തിനെ പൊതുമധ്യത്തിൽ കൊണ്ടുവരാൻ LDF വിജയിച്ചു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു കാര്യം. അതുമാത്രമല്ല എം പി രാജേഷിനെതിരെ അവർ മുന്നോട്ട് വെച്ച പല ആക്ഷേപങ്ങളും അവിടെ സ്വീകരിക്കപ്പെട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ തവണ ഒരു വീശിയടിക്കുന്ന ഇടത് തരംഗം ഉണ്ടായിരുന്നു. ആ തരംഗത്തിൻ്റെ പിന്തുണയും അവിടെ ഉണ്ട്. അതായത് തെരഞ്ഞെടുക്കപ്പെട്ടാൽ മന്ത്രിയാവും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന സ്പീക്കറായിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹത്തിന് കുറച്ചുകൂടെ കൂടുതൽ എഡ്ജ് ആ തെരഞ്ഞെടുപ്പിൽ, ഇടത് തരംഗം ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് വി ടി ബൽറാം, അല്ലെങ്കിൽ വി ടി ബൽറാം അവിടെ ആ മണ്ഡലം നിലനിർത്താൻ ശേഷിയുള്ള ഒരു MLA തന്നെ ആയിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയത് ഈ കാരണം കൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ഒരു മന്ത്രിക്കെതിരെ അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ്. അപ്പോൾ സർക്കാരിനെതിരെയുള്ള വികാരം ഉണ്ടെങ്കിൽ ആ വികാരം തീർച്ചയായിട്ടും എം പി രാജേഷ് ക്യാരി ചെയ്യേണ്ടി വരും. കാരണം അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോർട്ട്ഫോളിയോ ക്യാരി ചെയ്ത ആ മിനിസ്ട്രിയുടെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിട്ട് നിലകൊണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ചാനൽ ചർച്ചയിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ഒരു പാർട്ടിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യമില്ലാത്ത അഭിപ്രായം പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമതികളായ ഇദ്ദേഹത്തോട് താല്പര്യമുള്ള ആളുകളും ഈ അഭിപ്രായത്തിൻ്റെ പേരിൽ ഒരു വിയോജിപ്പിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അത് പല നേതാക്കളും നേരിട്ടിട്ടുള്ള ഒരു ചാലഞ്ചാണ്. അദ്ദേഹം അത് വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ അതുകൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വരും. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി നിലവിലുണ്ടെങ്കിൽ ആ ആൻറ്റി ഇൻകംബൻസി നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് എം പി രാജേഷ്. അത് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ഈ തവണ സ്വാഭാവികമായും ഒരു പ്രശ്നമായി മാറും. അദ്ദേഹത്തിന് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. പക്ഷേ അപ്പോഴും സിറ്റിംഗ് MLA എന്ന നിലയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ആളുകൾക്ക് കാര്യമായിട്ട് അദ്ദേഹത്തിനെതിരെ ഇല്ല. വികസനം താരതമ്യേന കുറവായിരുന്നു എന്നൊരു വിമർശനം ഉണ്ടെങ്കിലും വലിയ പദ്ധതികളും വലിയ തുക മുടക്കിയ പദ്ധതികളും ഉണ്ട്. അപ്പം വലിയൊരു തുകയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ഡെവലപ്മെൻറ്റും അദ്ദേഹം അവിടെ ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പം ഗ്രാമീണ റോഡുകളൊക്കെ, ഇപ്പോൾ ഇൻ റോഡുകളുടെ ഡെവലപ്മെൻ്റ് പോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവിടെ വിമർശനങ്ങളും നിലവിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ശക്തമായ ഒരു മത്സരം നേരിടേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. ശക്തമായ മത്സരം തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും. എം പി രാജേഷ് പ്രതികൂല ഘടകങ്ങൾ എന്ന് പറയാവുന്ന ഈ ഒരു മത്സരം തന്നെയാണോ, അല്ലാതെ പ്രാദേശികമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ? ഒന്നെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവിൽ വികസനം കുറഞ്ഞ ജില്ലകളിൽ ഒന്നാണ് പാലക്കാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു കാര്യമായ എന്തെങ്കിലും ഒരു വലിയൊരു ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റ് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് വികസനത്തിനെ പറ്റി കുറച്ചുകൂടെ കൂടിയ ക്ലെയിം എടുക്കാൻ പറ്റും. മറ്റതൊരു സാധാരണഗതിയിൽ അവിടെ നടക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു സ്കൂൾ അവിടെ ഉണ്ട്, അതിൻ്റെ കെട്ടിടം നവീകരിക്കുന്നു എന്ന് പറയുന്നു. അത് സ്കൂളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇടയിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതൊരു പുതിയ സ്കൂൾ നിങ്ങൾ കൊണ്ടുവന്നതല്ലല്ലോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ ഒരു അറ്റകുറ്റപ്പണി നടന്നതായിട്ടാണ്
അല്ലെങ്കിൽ ആ തരത്തിലാണ് ആ ഫീൽ ഉള്ളത്. ഇപ്പോൾ റോഡുകൾ, നിലവിലുണ്ടായിരുന്ന റോഡുകൾ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യം. അപ്പോൾ ഈ കാര്യങ്ങൾ സത്യത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടുത്തെ സ്കൂളുകളെ, അതുപോലെ തന്നെ ആശുപത്രികളെ, റോഡുകളെ ഒക്കെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെ മാത്രം തെരഞ്ഞെടുപ്പിൽ നമുക്ക് മുമ്പോട്ട് വെച്ച് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് സർക്കാരിൻ്റെ കടമയല്ലേ, ഉത്തരവാദിത്വമല്ലേ എന്ന് പറയുന്ന ആ ചിന്താഗതിക്കാണ് കൂടിയ പ്രാധാന്യമുള്ളത്. മാത്രമല്ല, നിങ്ങൾ കുഴപ്പമില്ലാത്തൊരു റോഡിലൂടെ ഒരു മാസം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് പണ്ട് മുതലേ അങ്ങനെ ആയിരുന്നു എന്ന ബോധ്യത്തിലേക്ക് പോകും. ഗട്ടർ നിറഞ്ഞൊരു റോഡ് കൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾ അനുദിനം അതിന് കാരണക്കാരായവരെ ശപിക്കുക. നല്ലൊരു റോഡ് കൂടെ പോകുന്ന മനുഷ്യൻ റോഡിനെ മറക്കുകയാണ് ചെയ്യുക. പിന്നെ കേരളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് ബിഹേവിയറിനെ നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗവൺമെൻറ് തുടരണോ വേണ്ടയോ എന്ന മനുഷ്യൻ്റെ ചിന്തയാണ്. തുടരണ്ട എന്നാണ് എൻ്റെ ചിന്തയെങ്കിൽ അതിന് മുകളിലേക്ക് നിങ്ങൾ വയ്ക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിലവിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ, ഉണ്ടെങ്കിൽ അതിന് എന്തുമാത്രം ഗ്രാവിറ്റി ഉണ്ട്, അത് തൃത്താലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഗ്രാവിറ്റി കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം അതിന് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്, കാരണം കേരളത്തിലെ ഈ പ്രാവശ്യത്തെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒരു പ്രോ ഇൻകംബൻസി ഇൻ ഫേവർ ഓഫ് MLAs ആണ്. അതായത് പൊതുവിൽ സർക്കാരിനെതിരെ ഒരു വികാരം നിലനിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരവരുടെ MLAയോട് വലിയ തോതിലുള്ള വിമർശനം ഇല്ലാത്തൊരു സാഹചര്യവും കൂടെയുണ്ട് രണ്ട് മുന്നണികളുടെ. അപ്പോൾ ഒരു MLA എന്ന നിലയിൽ ഇപ്പോൾ MP രാജേഷൻ ഞാൻ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം ആദ്യം സ്പീക്കറായിരുന്നു. സ്പീക്കർ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റാണ്. സ്പീക്കറുടെ റോളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് സംഘടനയെ ചലിപ്പിക്കാനും കഴിയില്ല, സംഘടനയുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയില്ല, അവനവൻ്റെ ഒരു സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അവിടെ നിങ്ങളൊരു നിഷ്പക്ഷനായ മധ്യവർത്തിയുടെ റോളിലാണ് കുറേ കാലം അദ്ദേഹം ഇരുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അങ്ങനെ മാത്രമല്ല, സ്പീക്കറായിട്ടിരിക്കുമ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ജോലികളുമാണ്. അപ്പോൾ ആളുകളുടെ ഒരു ധാരണ പോലെ ആ നിയമസഭ നടക്കുന്ന ദിവസങ്ങളിൽ അവിടെ പോയി ഇരിക്കുന്ന ആളല്ല സ്പീക്കർ. ഓരോ നിയമസഭയ്ക്ക് ഇടയ്ക്കുള്ള സമയത്തും അദ്ദേഹത്തിന് കാര്യമാത്ര പ്രസക്തമായ ജോലികൾ ചെയ്യാനുണ്ട്. മണ്ഡലം കൃത്യമായി നേഴ്സ് ചെയ്യാനോ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാനോ സ്പീക്കർക്ക് കഴിയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട രണ്ട് പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ടാണ് മാറുന്നത്. ഈ സാഹചര്യങ്ങളിൽ ഒരു MLAയുടെ നിരന്തര ശ്രദ്ധ വേണ്ട ഒരു മണ്ഡലം എന്ന നിലയിൽ അദ്ദേഹത്തെ MLA എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ആളുകൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് V ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥിയുടെ ആ ഒരു സ്ഥാനാർത്ഥിത്വം ഏതു തരത്തിലായിരിക്കും ഈ രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ സ്വാധീനിക്കുക? അത് ഇത്രയും പ്രധാനപ്പെട്ട രണ്ടാളുകൾ തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്ന സ്ഥലം എന്ന നിലയിൽ BJPക്ക് അവരുടെ കോർ വോട്ടുകൾക്ക് പുറത്തെന്തെങ്കിലും കാര്യമായിട്ട് സമാഹരിക്കാനുള്ള സാധ്യത തൃത്താലയിലില്ല. BJP എത്ര കൂടുതൽ വോട്ട് സമാഹരിക്കുന്നോ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടായിരിക്കും വരിക. കാരണം അതൊരു ആൻറ്റി ഇൻകംബൻസി വോട്ടാണ്. ആ ആൻറ്റി ഇൻകംബൻസി വോട്ടുകളിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയ നമ്പർ പിടിക്കാൻ BJPക്ക് കഴിഞ്ഞാൽ അവരുടെ കോർ വോട്ട് ബേസ് ഇതിൽ രണ്ടിൽ എങ്ങോട്ടെങ്കിലും ചോർന്നു പോകുന്നതിന് തടയാൻ അവർക്ക് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഭരണപക്ഷത്തിന് ഗുണകരമാവും. കാരണം ആ ഒരു ഫാക്ടർ. പക്ഷേ അത്രമാത്രം ഇമ്പാക്റ്റ്ഫുൾ ആയ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെയില്ല. കാരണം അത് BJPക്ക് താരതമ്യേന അവിടെ ശക്തി കുറവാണ് എന്നുള്ളത് കൊണ്ടാണ്. BJPയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട A+ കാറ്റഗറി മണ്ഡലങ്ങളിൽ തൃത്താലേനെ പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവൊന്നും മത്സരിക്കുന്ന ഒരു സ്ഥലവുമല്ല. അപ്പോൾ ബൂത്തുകളിൽ വലിയ തോതിൽ ആളുകളില്ലാത്ത ഒരു BJPയുടെ ഒരു കേരളത്തിലെ ഇലക്ഷനിൽ അവർ പൊതുവിൽ നേരിടുന്ന പ്രശ്നങ്ങളും പരിമിതികളും എല്ലാം തൃത്താലയിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഒരു രണ്ട് മുന്നണികൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. BJPക്ക് കുറച്ച് കൂടുതൽ വോട്ടുകൾ അവരുടെ പ്രവർത്തനം കൊണ്ട് പിടിക്കാൻ പറ്റിയാൽ അതൊരു പക്ഷേ ആൻറ്റി ഇൻകംബൻസി വോട്ടുകളാണെങ്കിൽ അത് MP രാജേഷിന് സഹായകരമായിട്ട് വരും. അവിടെയും കൺക്ലൂസീവായിട്ട് ഇന്ന ആൾ ജയിക്കുമെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു സാഹചര്യവും തൃത്താലയിൽ നിലവിലില്ല.